നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്നു മുത്തശ്ശി, അങ്ങനെ കണ്ണും പൂട്ടി ഇറങ്ങി പോവാനൊന്നും പറ്റത്തില്ല. കുളത്തിൽ ഇന്ന് 5 കലക്കാം, പക്ഷേ കടലിൽ കായം കലക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ പാടാ. പോലീസ് നോക്കും. എന്ന് വെച്ചാ എന്റെ നിത്യക്കുട്ടിയെ ഈ അവസ്ഥയിലാക്കിയ ദേവികയും സിദ്ധാർത്ഥനും ഒറ്റ കൈവലെങ്കിൽ അകത്ത് കിടക്കും. അത് മാത്രമല്ല, ഞാനൊരു യോഗീശ്വരനെ കണ്ടിരുന്നു. എന്ത് കാര്യം പച്ചിലയും കത്രികയും പോലെ പ്രവചിക്കുന്ന ഒരാള്. യോഗീശ്വരർ മുത്തശ്ശൻ സ്വാമി. അയാള് പറഞ്ഞ എന്താണെന്നറിയാവോ? എന്താ ശരത്തുമോനെ? എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശി പേടിക്കരുത്. ഇല്ല, ശരത്തുമോൻ പറഞ്ഞു. ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹം നടന്ന ആ വീട്ടിലും ഈ വീട്ടിലും ഓരോ മരണങ്ങൾ നടക്കും. ഇത് അന്ധവിശ്വാസമല്ല, ജ്യോതിഷം ശാസ്ത്രമാണ്. അമ്മ ഈ വസു പഞ്ചകം, മൃത്യുദൃഷ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുടുംബത്തിലെ മുതിർന്നവർ സൂക്ഷിക്കണമെന്നാ യോഗീശ്വര സ്വാമി എന്നോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ 1-ാം നമ്പർ മുത്തശ്ശി, 2-ാം നമ്പർ സിദ്ധാർത്ഥന്റെ അച്ഛൻ, 3-ാം നമ്പർ നമ്മുടെ അച്ഛൻ. എനിക്ക് ചാകണ്ട. മുത്തശ്ശിയും അമ്മയൊക്കെ ചാവാതിരിക്കണമെങ്കിൽ ദേവിക സിദ്ധാർത്ഥനൊപ്പം ജീവിക്കാതിരിക്കണം. അതിനുള്ള വഴി ആലോചിക്കേ. അല്ലെങ്കിൽ നമ്മുടെ ശ്മശാനത്തിൽ നിന്ന് അവര് പരസ്പരം പൂമാലയിടും. സിദ്ധുണ്ട് എന്താ ആലോചിക്കുന്നത്? നടക്കാൻ പോകുന്ന കാര്യങ്ങള് വെറുതെ എങ്ങനെയിരുന്ന് ആലോചിക്കുന്നത് ഒരു രസമല്ലേ? ദേവികയായുള്ള കല്യാണത്തെ പറ്റി ആയിരിക്കും ആലോചിച്ചതല്ലേ? അതെ. ആ കല്യാണം നടക്കുമെന്ന് സിദ്ധുണ്ട് തോന്നുന്നുണ്ടോ? പിന്നെ നടക്കാതെ. ദേവികയുടെ സമ്മതത്തിന് വേണ്ടി മാത്രമാ ഇത്ര നാളും ഞാൻ കാത്തിരുന്നത്. അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി വച്ചു താമസിപ്പിക്കുന്നതിനാ? അപ്പോ കല്യാണം ഉടൻ ഉണ്ടാവും? നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുതെന്നല്ലേ കേട്ടിട്ടില്ലേ? ശുഭസ്യ ശീഘ്രമെന്ന്. വിനാശകാലെ വിപരീത ബുദ്ധിയൊന്നും കേട്ടിട്ടുണ്ട്. അങ്ങനൊരു വിപരീത ബുദ്ധി പ്രേമിച്ച് കാണിച്ചതുകൊണ്ടാ ചന്ദ്ര ഇപ്പോ ഇവിടെ നിൽക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. സിദ്ധുണ്ട് എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടുന്ന് പോണോന്നാണോ? അതെ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ഒരു ബന്ധമില്ലാത്തൊരു വീട്ടിൽ വന്നിങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഞാനും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അവസാനം ചന്ദ്ര കറിവേപ്പിലേ അല്ലേ സിദ്ധോട്ട? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല. ആരെന്തുദ്ദേശിച്ചാലും പറഞ്ഞാൽ ഉടനെ ബാഗും തൂക്കി ഇറങ്ങിപ്പോവാൻ വലിഞ്ഞു കയറി വന്നവളല്ലേ ഈ ചന്ദ്ര. മോഹങ്ങളും സ്വപ്നങ്ങളും എന്റെ മനസ്സിൽ കുത്തി നിറച്ച് എന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് പ്രേമിച്ചിയാ. ആദ്യം പ്രേമിച്ച് പറയട്ടെ ഞാൻ എന്ത് വേണമെന്ന്. അത് കഴിഞ്ഞ് ഞാനും എന്റെ അച്ഛനും കൂടി ചേർന്നൊരു തീരുമാനം എടുക്കും. അതായിരിക്കും അന്തിമ വിധി. ദ ഫൈനൽ വേർഡിക്റ്റ്. എന്താ ചേച്ചി? എന്താണോ എന്റെ മുന്നിൽ പൊട്ടം കളിക്കാ? നീ കാര്യം പറ പ്രേമേ. കാര്യം ഇവനെ ചന്ദ്രമോളോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാനല്ല, ഈ വീട്ടിലെ താമസം മതിയാക്കി പോവാനാ ഞാൻ പറഞ്ഞത്. ഓ, ഇതാണോ ആനക്കാര്യം? ഇതിനിപ്പോ നീ ഇത്ര ഉറഞ്ഞു തുള്ളാൻ മാത്രം എന്താ ഉള്ളത്?
കുഞ്ഞളിയും പറഞ്ഞ ന്യായം. എന്ത് അവകാശത്തിന്റെയും അധികാരത്തിന്റെയും പേരില ആ പെങ്കൊച്ച ഇവിടെ കെട്ടിക്കയറി നിൽക്കുന്നത്? കെട്ടിക്കേറി നിന്നില്ലല്ലോ. ചന്ദ്രമോളെ ഇവനെയും കൊണ്ട് കെട്ടിച്ച് കൈ പിടിച്ച് നിലവിളക്കം കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറ്റും. അന്നേരമേ അവകാശവും അധികാരവും ഒക്കെ താനെ ഉണ്ടായിക്കോളും. എങ്കിലേ ആദ്യം കെട്ടി നടക്കട്ടെ. അതുവരെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ. അതല്ലേ നാട്ടു നടപ്പ്. നിങ്ങളുടെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ചന്ദ്രമോൾ എവിടെ നിൽക്കണമെന്ന് തൽക്കാലം തീരുമാനിക്കുന്നത് ഈ പ്രേമയാണ്. ചേച്ചിക്ക് എന്ത് തീരുമാനം എടുക്കാം. ആരെ വേണമെങ്കിലും ഈ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യാം. അതിനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷെ എന്റെ ജീവിതം അത് ആർക്കൊപ്പം വേണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. ആരുടെയും കണ്ണീരും സെന്റിമെന്റ്സ് ഒന്നും കണ്ട് എന്റെ മനസ്സ് മാറില്ല. എടാ മോനെ, ഒരു പെങ്കൊച്ചിന്റെ കണ്ണീരിന്റെ പുറത്ത് കെട്ടിപ്പൊക്കുന്ന ജീവിതം ഉണ്ടല്ലോ, അതൊരിക്കലും ശാശ്വതമാവത്തില്ല. ഈ ജന്മത്ത് മാത്രമല്ല, അടുത്ത ജന്മത്തും അതിന്റെ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്റെ പ്രേമേ, ആദ്യം ഈ ജന്മം കുഞ്ഞളിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എന്നിട്ട് അടുത്ത ജന്മം നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളും. അല്ലേ കുഞ്ഞളിയ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ബുദ്ധി ഒന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ നോക്കുക. അപ്പോഴാ അങ്ങനെ ഒരു മനിച്ച തമാശ. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. അവന് കാര്യങ്ങൾ മനസ്സിലാവും. ചേച്ചിയുടെ അനിയനല്ലേ ഞാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനി ആര് വിചാരിച്ചാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. മറുപടി കിട്ടി ബോധിച്ചല്ലോ അല്ലേ? എന്താടി പാർവതി നീ ഇങ്ങനെ വെരുകിനെ പോലെ നടക്കുന്നത്? എന്റെ അമ്മേ, നേരെ ഇത്രയായിട്ടും മനോഹരേട്ടനെ കാണുന്നില്ല. എവിടേക്കാണെന്ന് പോലും പറയാതെയാ പോയത്. അയ്യോടി, മക്കുണൻ എന്താ ഇള്ള കുഞ്ഞാണോ നീ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ? എടി, അവനിഞ്ഞ് വന്നോളും. അതല്ലമ്മേ, ശത്രുക്കൾ ഒരുപാടുള്ളതല്ലേ, അതാ എന്റെ പേടി. എന്തോന്ന് ശത്രുക്കള്? എല്ലാ അമ്മായിയപ്പനും മരുമോളും കൂടെ ഉണ്ടാക്കി വെച്ചതല്ലേ? അല്ല, എന്തിയെ സുന്ദരിക്കോത? അമ്മായിയപ്പനെ എതിരേക്കാൻ പൂമുഖത്ത് കാണേണ്ടതാണല്ലോ. ഇന്ന് എന്തോ പറ്റി? നിത്യയുടെ മുറിയിലുണ്ട്